ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. നമ്മുടെ ചാനൽ ഇപ്പം ഒരു ഇൻട്രോ വീഡിയോയും പിന്നെ കുറച്ച് ഷോർട്സും മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതും ഇൻട്രോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 2-3 ആഴ്ചയായി. ഇത്ര ഒരു ഗ്യാപ്പ് വന്നു. കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചു. പക്ഷെ ഒന്നും എന്താ പറയുക, എനിക്കൊരു അപ്ലോഡബിൾ ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റൊക്കെ ചെയ്തിട്ട് കാണുമ്പോഴത്തേക്ക് ഒരു തൃപ്തി വരുന്നില്ല. കുറച്ചും കൂടി ബെറ്റർ ആക്കാം അങ്ങനെ ഒരു ചിന്തയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യും, അതിൻ്റെ അടുത്ത ദിവസം വേറൊരു വീഡിയോ, അങ്ങനെ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യാം. എന്നിട്ട് അതെങ്ങനെ വരുന്നോ അങ്ങനെ അപ്ലോഡ് ചെയ്യാം. കാരണം നമ്മൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല. നാളെ നീണ്ടു പോകത്തുള്ളൂ. എന്ത് കാര്യം ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ 100% പെർഫെക്റ്റ് ആയിട്ട് ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്ത് പഠിക്കത്തുള്ളൂ. ഞാൻ ഈ വ്ലോഗിങ്ങും യൂട്യൂബ് വീഡിയോസും ഈ ഒരു ലോകത്തേക്ക് ഞാൻ പുതിയതാണ്. ആകെപ്പാടെ കുറച്ച് ടിക്ടോക്ക് വീഡിയോസും ഇൻസ്റ്റാഗ്രാം റീൽസും ചെയ്തിട്ടുള്ള പരിചയം മാത്രമേ ഇരിക്കുള്ളൂ. അതൊന്നും ക്യാമറ നോക്കി വർത്താനം പറയേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. ക്യാമറ നോക്കി വർത്താനം പറയുന്ന ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ എൻ്റെ വിചാരം വ്ലോഗിങ് ഭയങ്കര ഈസി ആണെന്നായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ചിലപ്പം ചെയ്ത് ശീലമായിരിക്കും. ഫ്യൂച്ചറിലേക്ക് ഞാൻ ബെറ്റർ ആകുമായിരിക്കും, ഡെഫിനറ്റ്ലി ബെറ്റർ ആകും. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഇങ്ങനെയേ നടക്കത്തുള്ളൂ. ഏതായാലും നമുക്കിപ്പം ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ചിലപ്പം 2-3 വ്ലോഗ്സും കൂടി ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടാം. ഇവിടെ ഇപ്പോൾ മോർണിംഗ് 9 o'clock ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. നല്ല വിശപ്പ്. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം. ഈ വീഡിയോ ഒരു ഫ്ലോപ്പ് ആവാനാണ് സാധ്യത. ചെന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ളൊരു കപ്പ കേട്ടോ, സ്നോ ഫ്ലേക്സിൻ്റെ ഇല്ലേ, വാൾമാർട്ടിൽ മേടിച്ചതാണ്. വെള്ളം വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഇങ്ങോട്ട് ഒഴിച്ചാൽ പാൽ ഒഴിച്ചാൽ അവിടെ പണിയും. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇംഗ്ലീഷ് ടീ, ടോസ്റ്റ്, സ്ട്രോബെറി ജാം. ഹോം മെയ്ഡ് സ്ട്രോബെറി ജാമാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഷുഗർ ഇടാതെ. നോർമലി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജാമെല്ലാം ലോഡഡ് വിത്ത് ഷുഗർ ആയിരിക്കുമല്ലോ. സോ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ സ്വീറ്റ്നറായിട്ട് ഹണിയും കുറച്ച് ഡേറ്റ്സും യൂസ് ചെയ്തത്. പക്ഷേ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജാം പോലെ ഒത്തിരി നാളെ വെച്ചേക്കാൻ പറ്റത്തില്ല കേട്ടോ. ഫ്രിഡ്ജിലൊരു 1 week ഒക്കെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്ട്രോബെറി അത്യാവശ്യം നല്ല പഴുത്ത് മധുരമുള്ള സ്ട്രോബെറി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഹെൽത്തിയർ വേർഷൻ ഓഫ് സ്ട്രോബെറി ജാമാണിത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അത് വാഷ് ചെയ്യാനിട്ടു. ഇപ്പോൾ സമയം 11 മണിയായി. ഇനി നമുക്ക് കുറച്ച് ഇമെയിൽസൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. ഞാനിവിടെ അടുത്ത് കുറച്ച് ഹോസ്പിറ്റൽസിൽ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ ചിലരൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇമെയിൽസൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം യൂട്യൂബിൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ വീഡിയോസ് കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അവൾ നെക്സ്റ്റ് വീക്ക് കാനഡയ്ക്ക് വരുന്നുണ്ടെന്ന് പറയാൻ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഷിജിൻ ലഞ്ച് ബ്രേക്കിന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ലഞ്ച് കഴിച്ചു. ചപ്പാത്തിയും ചിക്കൻ സ്റ്റൂ ആയിരുന്നു ഇന്നത്തെ ലഞ്ച്. ഇത് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണ്, ദി ഒറിജിനൽസ്. ലഞ്ച് കഴിഞ്ഞിട്ടുള്ള സമയത്ത് കുറച്ച് നേരം ഞാൻ ഇരുന്നിട്ട് ഈ സീരീസ് കണ്ടു. വൈകിട്ട് 5 മണിയായി. ഞാൻ തലന്ന് എണ്ണയൊക്കെ വെച്ചിട്ടിരിക്കുവാണ്. ഒരു 1 hour ഇരുന്നിട്ട് വാഷ് ചെയ്ത് കളയണം. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ബാൽക്കണിയിൽ വന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് നിൽക്കുക. ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ദൂരെ നല്ല മലകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നേരിട്ട് കാണാൻ വീഡിയോയ്ക്ക് ഞാൻ കുറച്ചുകൂടെ നല്ല.
സൺസെറ്റ് പക്ഷേ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടെ നിന്നാൽ സൺറൈസ് കാണാം, പക്ഷേ അതിന് രാവിലെ എഴുന്നേക്കണമല്ലോ. ഇവിടെ ഇപ്പോൾ സൺറൈസ് രാവിലെ 5 മണിക്കാണെന്ന് തോന്നുന്നു. അത്രയും നേരത്തെ ഞാൻ എഴുന്നേക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.